Assalamualaikum. Welcome back to my channel. മോളിലേക്കാണ് നമ്മുടെ റൂം. നമ്മൾ മീൻ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. 12 മണിയാണ് ഏകദേശം. മീൻ മാർക്കറ്റിൽ നടക്കാൻ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് മതി. വണ്ടിയിൽ പോകുന്നുണ്ട്. വണ്ടി പോകാൻ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് മതി. ഏകദേശം മീൻ മാർക്കറ്റിൽ എത്താനായിട്ടുണ്ട്. ഇത് മീൻ മാർക്കറ്റിൽ പോകുന്ന ഒരു റോഡാണിത്. ഒരു വെള്ള കളർ കണ്ടാണ് മീൻ മാർക്കറ്റ്. നമ്മൾ നേരെ വണ്ടി പാർക്ക് ചെയ്യാനാണ് പോകുന്നത്. ഇത് നല്ല നടക്കാന്ന് വെച്ചാൽ നല്ല വെയിലുണ്ട്. ഇവിടെ നല്ല ചൂടാണ്. അതുകൊണ്ടാണ് ഉമ്മ ഇപ്പോൾ വണ്ടി പോയത്. കടലിനാടെന്ന് കുറച്ച് നടന്ന മീൻ മാർക്കറ്റിലെത്തി. നമ്മൾ മീൻ മാർക്കറ്റിലേക്ക് കയറി. ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനത്തെല്ലാം വിൽക്കുന്നുണ്ട്. ഫിഷിംഗ് മാർക്കിന്റെ അപ്പു സ്ഥിരം മാടിക്കുന്ന ആളാണ്. നമ്മളെല്ലാം കാലിയാങ്ങിയോ ഈ മീനൊരു കുറച്ച് കൊഞ്ചനും വാങ്ങിന്. നമ്മള് വാങ്ങിയിട്ട് ഇതാ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ മീനും വാങ്ങി കുറച്ച് കൊഞ്ചനും വാങ്ങിയിട്ടുണ്ട്. മീനിനെ കാണാൻ നല്ല വലിപ്പമുണ്ട്. അതുപോലെ തന്നെ കൊഞ്ചനെ കാണാൻ നല്ല വലിപ്പമുണ്ട്. കൊഞ്ചന് ഏകദേശം നല്ല വലിപ്പമുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ കൊഞ്ചനും മീനും വാങ്ങിയതാ പോകുന്നുണ്ട്. അത് നല്ല വെയിലുണ്ട്. ഇവിടെ നല്ല ചൂടാണിപ്പോൾ. നേരെ നമ്മൾ റൂമിലേക്ക് പോയി ആടുന്ന് കുറച്ച് നേരം കളിച്ച് പിന്നെ ഒരു ചോറ് കഴിച്ച് പിന്നെ മഗ്‌രിബാകുമ്പോൾ നമ്മൾ പോയിട്ടുണ്ട്. മഗ്‌രിബെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡെയിലി വെയർ ഷോപ്പിലേക്ക് പോയി. മീൻ മാർക്കറ്റിലും കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു 6 മണി അങ്ങനെ ആയിന്. അങ്ങനെ എൻ്റെ ഒരു അമ്മായിലും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മായിനെ കൂട്ടി നമ്മൾ പോയി. അങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഡ്രസ്സെല്ലാം വാങ്ങി. പിന്നെ നിസ്കാരപ്പടയുണ്ട്. പിന്നെ ഇങ്ങനത്തെ നൈറ്റ് ഉണ്ട്, മാക്സി ഉണ്ട്, പിന്നെ ചൂരിദാറുണ്ട്. അങ്ങനത്തെ പല ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ എൻ്റെ ആഷിക്കാക്കിൻ്റെ ഷോപ്പിൽ പോയി. ആഷിക്കാക്ക വെച്ചാൽ എൻ്റെ മൂട്ടാപ്പയാണ്. അങ്ങനെ നമ്മൾ ആഷിക്കാൽ കുറേ ലിബാംസും പിന്നെ എന്തോ കത്തിക്കുന്നുണ്ട്. പിന്നെ അത്തറും സ്പ്രേസും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരു കുറച്ചിങ്ങനെ ചെറിയൊരു ലിബാം എല്ലാം ഉണ്ട്. സ്ട്രോബെറി ലിബാം ഉണ്ട്. പിന്നെ ബാഗ് ഉണ്ട്. ബാഗ് അടിപൊളിയായിരുന്നു കാണാൻ. പിന്നെ ലോഷൻ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ചെറിയ ബോട്ടിൽസ് ഉണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് കവേഴ്സ്. പിന്നെ അത്തറിടുന്ന ഒരു കവറുണ്ട് അങ്ങനത്തെ. പിന്നെ ഇതെന്തോ ഒരു കവറാണ്. ഞാൻ പറഞ്ഞൊരു കവറുണ്ട്. ഇതുപോലത്തെ ഒരു കവർ കേക്കെല്ലാം കൊണ്ടുപോകാൻ പറ്റിയൊരു കവറാണിത്. പിന്നെ സെറ്റാക്കിയ ഇതുണ്ട് കേട്ടോ.
മറ്റേ എന്താ പറയാന് സ്പ്രേസ് അങ്ങനത്തെ ഒരു സെറ്റാക്കുന്നൊരു സാധനം ഉണ്ട്. അതിനുള്ള സെറ്റാക്കിയതാണ്. ഇവിടെ നല്ല രസം കാണാൻ. പേർപ്പിൾ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, പേർപ്പിൾ ഉണ്ട്. കുറേ അധികം ഇങ്ങനെ അത്തർസ് ഉണ്ട് കേട്ടാ, കുറേ അത്തറ്. പിന്നെ ഇങ്ങനത്തെ ഊതി കത്തിക്കുന്നില്ലേ, എന്താ വീട്ടിൽ കത്തിക്കുന്ന ഒരു സാധനം ഉണ്ട്. അങ്ങനെ ഇത് സെറ്റാക്കി വെച്ചിട്ടാണ് നമ്മൾ കണ്ടത്. അടിപൊളിയായിരുന്നു സെറ്റാക്കിയതെല്ലാം. ഇങ്ങനെ കത്തിക്കുന്നത് പല ഷേപ്സിലും ഉണ്ട്. പിന്നെ എന്തോ ഒരു വാസനയും പിന്നെ ഒരു കണ്ണാടിയും വെച്ചിട്ടുണ്ട്. പിന്നെ വെച്ചിട്ടുള്ളത് എന്തോ ഒരു അത്തറും എന്തോ ഒരു സാധനം, എന്തോ ഒരു ക്രീം. പിന്നെ ഉള്ളത് എന്തോ ഒരു അത്തറും പിന്നെ ഞാൻ പറഞ്ഞ എന്തോ ക്രീമും. പിന്നുള്ളത് ഒരു സ്പ്രേ, ഒരു ലോഷനാണ്. ലോഷൻ അറബിക്കാർ ഉപയോഗിക്കുന്നതാണ് കേട്ടോ, അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല. സ്പ്രേനൊപ്പം എന്തോ ഒരു വേറെ മോഡലിൽ കത്തിക്കുന്നുണ്ട്. പിന്നെ ഇത് ക്യൂട്ടസ് ഉണ്ട്, ഒരു ലിപ് ബാം ഉണ്ട്, എന്താ പറഞ്ഞിട്ടൊരു ക്രീമുണ്ട്. പിന്നെ എൻ്റെ അനിയനെ ആയിക്കോട്ടെ ഒരു പ്ലെയിനാണ്. നല്ല രസമായിട്ട് പ്ലെയിന് കാണാൻ, നല്ല ലൈറ്റും ഉണ്ട്. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ്. ബൈ ബൈ. അടുത്ത വീഡിയോ കാണാൻ. ബൈ ബൈ.